ഗോസ്റ്റ് ഓഫ് സുഷീമ ഗെയിമിൻ്റെ സീക്വലായിട്ട് ഗോസ്റ്റ് ഓഫ് യോറ്റായ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഗെയിമിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രെയിലർ വന്ന സമയത്ത് ആൻറ്റി വോക്സിന് അത്ര കണ്ട് ഇഷ്ടമായില്ല. ഗെയിം വോക്ക് ഓഫ് സുഷീമയാണ്, അല്ലെങ്കിൽ ഗോസ്റ്റ് ഓഫ് വോക്കേ ആണ്, യോട്ടേ അല്ല. അപ്പോൾ ഈ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതുള്ളൂ എന്തുകൊണ്ടാണ് ആൻറ്റി വോക്സിന് ഈ ഗെയിം അത്ര കണ്ട് ഇഷ്ടമാവാഞ്ഞത്. ലൈക്ക് ഗെയിം പ്ലേ ഒന്നും ഇറങ്ങിയിട്ടില്ല, ജസ്റ്റ് ഒരു ട്രെയിലർ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഈ ഗെയിമിനോടുള്ള ഒരു ഹെയ്റ്റ് തുടങ്ങി, ഹെയ്റ്റ് ക്യാമ്പയിനൊക്കെ സ്റ്റാർട്ടായി. അപ്പോൾ ഈ ഒരു ഹെയ്റ്റിൻ്റെ മെയിൻ റീസൺ എന്നുള്ളത് ഈ ഗെയിമിൽ ലീഡ് റോളായിട്ടൊരു ഫീമെയിൽ ക്യാരക്ടറാണ്. ഇപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ ഗെയിം ഗോസ്റ്റ് ഓഫ് സുഷീമയിലെ ഒരു മെയിൽ പ്രൊട്ടാഗനിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫീമെയിൽ പ്രൊട്ടാഗനിസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ ഗെയിമിൻ്റെ ട്രെയിലറിലുള്ള കമൻസുകളൊക്കെ വായിക്കുമ്പോൾ ലൈക്ക് ഈ ആൻറ്റി വോക്സിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഗെയിമിൽ വോക്ക് ആഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്ന ഒരു കാരണം ഗേൾ ബോസസ് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ ഗേൾ ബോസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്ത്രീ അവർ ആണുങ്ങളൊക്കെ അടിച്ചിടുന്നു, അല്ലെങ്കിൽ ഡീമൻസിനൊക്കെ അടിച്ചിടുന്നു, ഫൈറ്റ് ചെയ്യുന്നു, വളരെ പവർഫുള്ളായിട്ട് അവരെ സ്റ്റീരിയോ ടൈപ്പിന് ഒത്തുപോകാത്ത ഒരു തരം സ്ത്രീകളെയാണ് അവർ ഗേൾ ബോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഗേൾ ബോസസ് ഗെയിമിൻ്റെ ഇമേഷൻ എടുത്ത് കളയും എന്നാണ് ആൻറ്റി വോക്ക് ഗെയിമേഴ്സ് പറയുന്നത്. അതിന് കാരണമായിട്ട് ഇവർ പറയാറ് വുമൺസ് ഫൈറ്റ് ചെയ്യൽ വളരെ അൺറിയലിസ്റ്റിക് ആണ് എന്നുള്ളത്. ഇപ്പോൾ ഒരു ഗെയിമിൽ വുമൺ മാജിക്കൊക്കെ യൂസ് ചെയ്തിട്ടൊരു ഡീമനായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ആൻറ്റി വോക്കുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അൺറിയലിസ്റ്റിക് ആയ എലമെൻ്റ് എന്നുള്ളത് ഒരു ഡീമൻ ഉള്ളതോ അല്ലെങ്കിൽ മാജിക് യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളതൊന്നല്ല, ഒരു വുമൺ ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാരണമായിട്ട് പറയാറ് ആ ഹിസ്റ്റോറിക്കൽ പീരീഡ്, ജാപ്പാനിലെ ഈ ഹിസ്റ്റോറിക്കൽ പീരീഡിൽ വുമൺസ് എങ്ങനെയാണ് വാറിയേഴ്സ് ആയിട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗെയിമിനെതിരെ ഹെയ്റ്റ് വിടുന്ന അല്ലെങ്കിൽ വുമൺ ലീഡായിട്ട് ഒരു ഗെയിം വരുന്നതിൽ അൺകംഫർട്ടബിൾ ആവുന്ന ഒരുപാട് ആൻറ്റി വോക്സുകൾ, ട്രിഗർ ആവുന്ന ഒരുപാട് ആൻറ്റി വോക്സുകൾ എനിക്ക് തോന്നണില്ല അവർ ഗോസ്റ്റ് ഓഫ് സുഷീമ കളിച്ചിട്ടുണ്ടെന്ന്. കാരണം ആ ഗെയിമിൽ തന്നെ ഒരുപാട് ഫീമെയിൽ വോറിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ കുറ്റം പറയുന്നവരെ അപേക്ഷിച്ച് ഞാൻ ഈ ഗെയിം കളിച്ചിട്ടുണ്ട്, ഞാൻ ഈ ഗെയിം 2 പ്രാവശ്യം തീർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗോസ്റ്റ് ഓഫ് സുഷീമ എന്ന് പറയുന്ന ഗെയിം കിഡു ഗെയിമാണ്. സിനിമാറ്റോഗ്രഫി ആവട്ടെ, ഗെയിം പ്ലേ ആവട്ടെ, വേറെ ലെവൽ ഗെയിമാണ്. ഇപ്പോൾ സിനിമാറ്റോഗ്രഫിനൊക്കെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ആ ഗെയിം കളിക്കണം, എന്നാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഗെയിം ഓൾമോസ്റ്റ് ഗെയിം ഓഫ് ദി ഇയർ അവാർഡ് കിട്ടേണ്ടതായിരുന്നു, പക്ഷേ ദ ലാസ്റ്റ് ഓഫ് അസ് പാർട്ട് 2 ആണ് ആ സമയത്ത് കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഗെയിം ഞാൻ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ കളിച്ച് തീർന്നതിന് ശേഷം ആ ഗെയിമിനെ പറ്റിയിട്ടും ഒരു റിവ്യൂ ചെയ്യണം. കാരണം ആൻറ്റി വോക്സിന് അത്ര ഇഷ്ടപ്പെട്ട ഒരു ഗെയിമല്ല ലാസ്റ്റ് ഓഫ് അസ് 2. അപ്പോൾ ഗോസ്റ്റ് ഓഫ് സുഷീമയിലേക്ക് വരികയാണെങ്കിൽ ഗെയിം അടിപൊളിയാണ്, സ്റ്റോറി അടിപൊളിയാണ്, അതിൽ ഓരോ ക്യാരക്ടറും നല്ല ഡെപ്ത് ഉണ്ട്. അപ്പം ഞാൻ പറയാൻ വന്ന വിഷയവും അതുതന്നെയാണ്. ക്യാരക്ടേഴ്സ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വുമൺ വാരിയേഴ്സ് ഗോസ്റ്റ് ഓഫ് സുഷീമ എന്നുള്ള ഗെയിമിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാരക്ടർ യൂരി എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ്. Who are you? I'm Yuna. അപ്പോൾ ഗോസ്റ്റ് ഓഫ് സുഷീമയിലെ മെയിൻ ക്യാരക്ടർ ജിൻ സക്കായി എന്ന് പറഞ്ഞിട്ടൊരു സാമുറായി ആണ്. അപ്പോൾ ആ സാമുറായി ഫസ്റ്റ് തന്നെ മംഗോൾസിനായിട്ടൊരു വാറിന് പോകുന്നുണ്ട്. അപ്പോൾ ആ വാറിൽ സാമുറൈസ് ഡിഫീറ്റ് ആവും. അപ്പോൾ അവിടുന്ന് ജിന്നിനെ രക്ഷിച്ചിട്ട് അവൻ്റെ ഹെൽത്തൊക്കെ കയറ്റർ ചെയ്യുന്നത് യൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്യാരക്ടറാണ്. യൂരി ആക്ച്വലി ഒരു വാറിയർ ടൈപ്പ് ക്യാരക്ടറാണ്. മാത്രമല്ല ഗെയിമിൽ തന്നെ ഒരു സോഷ്യൽ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ യൂരി ബേസിക്കലി ഒരു കോമൺ ഫോക്ക് ലെവലാണ്, ഒരു തീഫാണ് ബേസിക്കലി. ജിൻസക്കായി ഒരു സാമുറായി ആണ്, അതുകൊണ്ട് സൊസൈറ്റിയിൽ തന്നെ ഹൈ ലെവലിലുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഇവർ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും ഇവരുടെ ഹയറാർക്കി ബേസ്ഡ് അല്ല. ഇവർ മ്യൂച്വലായിട്ട് റെസ്പെക്റ്റ് ബിൽഡ് ചെയ്ത് വരികയാണ് ത്രൂ ഔട്ട് ദ ജേണി. മാത്രമല്ല ത്രൂ ഔട്ട് ദ ജേണി ജിൻസക്കായുടെ പല വേസ് മാറ്റാൻ വേണ്ടിയിട്ട് യൂരിയാണ് നിർബന്ധിക്കുന്നതും യൂരിയാണ് ഗൈഡ് ചെയ്യുന്നതും. മാത്രമല്ല യൂരിക്കൊരു സിബ്ലിംഗ് ഉണ്ട്, തക്ക എന്ന് പറഞ്ഞിട്ടൊരു ബ്ലാക്ക് സ്മിത്ത്. I told him not to come. I wanted to help Lord Sakai. If I stayed in Yarikawa, I'd be useless. Better useless than dead. We're searching for missing soldiers. You're not trained for this. I can learn. And I won't get in the way. Fine. But be careful. And listen to your sister. അപ്പോൾ യൂഷ്വലി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിൽ ബ്രദറാണ് പ്രൊട്ടക്റ്റീവ് റോൾ ഏറ്റെടുക്കാന്നുണ്ടെങ്കിലും ഈ ഒരു ഗെയിമിൽ ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ യൂരിയാണ് ടാക്കനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. യൂരിയാണ് വാറിയർ, ടാക്ക അത്ര വാറിയർ അല്ല. ഇനി ഇതിൽ രണ്ടാമത്തെ ക്യാരക്ടർ ലേഡി മസാക്കോ എന്ന് പറഞ്ഞ വ്യക്തി. പുള്ളി പക്ഷേ സാമുറായി ഫാമിലിയിൽ തന്നെ ഉള്ളതാണ്.
അതുകൊണ്ട് തന്നെ ജിന്നിൻ്റെ ഓൾമോസ്റ്റ് സോഷ്യൽ സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഈക്വലാണ്. അപ്പോൾ നമ്മൾ ലേഡി മസാക്കോനെ ആദ്യമായിട്ട് എൻകൗണ്ടർ ചെയ്യുന്ന സമയത്ത് മസാക്കോയുടെ ഫുൾ ഫാമിലിനെ ആരോ മാസക്കർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ലേഡി മസാക്കോ ഫാമിലിനെ അവെഞ്ച് ചെയ്യാൻ പോവുകയാണ്. മാത്രമല്ല മസാക്കോയുടെ ഏത് സൈഡ് ക്വസ്റ്റുകൾ കളിക്കുമ്പോൾ പോലും പുള്ളിക്കാരിയാണ് ലീഡ് എടുക്കുന്നത്. ലൈക്ക് നമ്മളാണ് മെയിൻ ക്യാരക്ടറെങ്കിൽ പോലും നമ്മളല്ല അതിന് ലീഡ് എടുക്കേണ്ടത്. പ്ലാൻസ് പറയുന്നതും അല്ലെങ്കിൽ ടാക്ടിക്സ് പറയുന്നതും ഫൈറ്റ് ഇനീഷ്യലൈസ് ചെയ്യുന്നതും ഒക്കെ ലേഡി മസാക്കോ ആണ്. Those men slaughtered my family. Spare the monk. The rest can die. Send your best warrior. Show me the mighty samurai. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും മസാക്കോക്ക് ഒരു സ്ട്രോങ് ഒപ്പീനിയൻ ഉണ്ട്. ഈവൻ നമ്മൾ തമ്മിലൊരു ഡിസഗ്രിമെൻ്റ് ഉണ്ടാവുകയും ചെയ്യും. അറ്റ് ലാസ്റ്റ് അതൊരു ഫൈറ്റിൽ അവസാനിക്കുകയും ചെയ്യും. പക്ഷെ ആ ഫൈറ്റ് കഴിഞ്ഞിട്ട് ഇവരുടെ റിലേഷൻഷിപ്പ് കൂടുതൽ ബിൽഡ് ആവുക ചെയ്യുക. അപ്പോൾ മസാക്കോയുടെ ഒരു ടെയിൽ കളിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഓൺ ദ ജേണി നമുക്ക് മനസ്സിലാക്കാം മസാക്കോ ഒരു ബൈസെക്ഷൽ ക്യാരക്ടറാണെന്ന്. മായി എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു പുള്ളിക്കാരിയുടെ തന്നെ സർവൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് പുള്ളിക്കാരിക്ക് ഒരു ലവ് ഇൻട്രസ്റ്റ് ഉണ്ട്. I still love you. Then tell me who you serve. He killed my family. And he'll kill me. I won't let him touch you. Jin, I want you to know I'm not... You don't owe me an explanation. ഇനി മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ക്യാരക്ടർ ടൊമോയാണ്, സെൻസei ഇഷിക്കാവയുടെ ബിലൗഡ് സ്റ്റുഡൻറ്റ്. The truth is, we're both survivors. We have darkness in us. If we didn't, we'd be dead. Sensei Ishikawa said something similar. But it sounds more natural coming from you, Tomoe. അപ്പോൾ പുള്ളിക്കാരി ബെസ്റ്റ് ആർച്ചറാണ്. ലൈക്ക് ജിന്നിനേക്കാളും ബെസ്റ്റ് ആർച്ചറായിരിക്കാം. കാരണം ജിന്നിനൊരിക്കലും സെൻസei ഇഷിക്കാവ പുള്ളിക്കാരൻ്റെ സ്റ്റുഡൻ്റായിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല തുടക്കത്തിൽ. പക്ഷേ സെൻസei ഇഷിക്കാവ ടൊമോയിനെ ഒരു പ്രോഡജിയായി കണ്ട് സ്വന്തം പിൻഗാമിയായിട്ടാണ് ആക്സെപ്റ്റ് ചെയ്തത്. I can help track your student. I need no help tracking Tomoe. Tomoe? A woman? From what clan? No clan. A peasant. She can outshoot any samurai I know. Even you, Sakai. അപ്പോൾ പുള്ളിക്കാരിനായിട്ടുള്ള ഓരോ എൻകൗണ്ടറിലും നമുക്ക് ഫീൽ ചെയ്യും ലൈക്ക് പുള്ളിക്കാരി ഓൾവേസ് നമ്മളെക്കാൾ 1 സ്റ്റെപ്പ് ഫ്രണ്ടിലാണെന്നുള്ളത്. മാത്രമല്ല അവസാനം ജിന്നിനെ അവൾക്ക് കൺവിൻസ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ അവൾ സുഷീമ എന്നുള്ള ഐലൻഡ് വിടണതാണ് ആ ഒരു എൻഡിങ്. അപ്പോൾ ഈ ഒരു ഗെയിമിലെ വളരെയധികം ക്യാരക്ടർ ഡെപ്ത് ഉള്ള 3 ക്യാരക്ടേഴ്സിനെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതല്ലാത്തയും കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, ഫീമെയിൽ വാറിയേഴ്സ് ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഉമൂഗ് ഈ കേവിൻ്റെ ലീഡർ ഒരു സ്ത്രീയാണ്, ലേഡി സാൻജോ. Oh, I know where he is. Hiding in a gambler's den by the Three Paths Well. I just need you to retrieve the map. I'll see what I can do. But if you're lying to me... Lord Sakai, I am nothing if not honest. Just ask the last man who questioned my sincerity. You'll find his head covered in flies out back. അതുപോലെ നമ്മൾ തദോരി ആർമർ സെറ്റ് എടുക്കാൻ പോണ സമയത്ത് ആ ആർമറിനെ ഗാർഡ് ചെയ്യുന്നത് ഒരു സ്ത്രീയാണ്. I am Jin Sakai, nephew of Lord Shimura. You're a liar and a thief. Defend yourself. അതുപോലെ സ്പിരിറ്റ് ഓഫ് യാരിക്കാവ ബേസിക്കലി ഒരു സ്ത്രീ സ്പിരിറ്റിൻ്റെ വേഷം കെട്ടിയിട്ട് ആളുകളെ പേടിപ്പിക്കുന്നതും അവസാനം നമ്മളായിട്ട് ഫൈറ്റ് ചെയ്യുന്നതുമാണ്. So you're the spirit. I am the wind that stirs the ashes. I am Yarikawa's vengeance. You spilled blood using a technique that died with a clan of traitors. Who are you? A samurai's daughter? Did you survive the rebellion? No one survived. This is a land of ghosts. ഇനി നമ്മൾ ഇക്കി ഐലൻഡിൽ പോയി കഴിഞ്ഞാലും അവിടുത്തെ മെയിൻ ആൻറ്റാഗണിസ്റ്റ് ബേസിക്കലി ഈഗിൾ എന്ന് പറഞ്ഞിട്ട് ഒരു വുമൺ ക്യാരക്ടറാണ്. മാത്രമല്ല ലാസ്റ്റ് വരെ ലീഡ് ചെയ്യുന്നതും ഫൂണെ എന്ന് പറഞ്ഞിട്ട് വേറൊരു വുമണാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ
വുമൺ വാറിയേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഗോസ്റ്റ് ഓഫ് സുഷീമ എന്ന് പറഞ്ഞ തുടക്കത്തിലുള്ള ഗെയിമിന് ആൻറ്റി വോക്സുകൾ ഈ ഗെയിം വളരെ വോക്കാണ്, കാരണം കുറേ ഗേൾ ബോസുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയിരുന്നു. പക്ഷേ ഈ ഗെയിം ഗ്ലോബലി ഭയങ്കര ഹിറ്റായ ഒരു ഗെയിമാണ്. സീരിയസ് ഗെയിമേഴ്സ് ഒന്നും ഈ ഗെയിം മോശം ഗെയിമാണെന്ന് പറയുന്നത് എനിക്ക് തോന്നണില്ല. അപ്പോൾ അത്രക്ക് നല്ലൊരു ഗെയിമിൻ്റെ സീക്വലാണ് ഗോസ്റ്റ് ഓഫ് യോട്ടെ എന്ന് പറഞ്ഞ ഒരു ഗെയിം. അതിൻ്റെ ഗെയിം പ്ലേ ഒന്നും വന്നിട്ടില്ല, ജസ്റ്റ് ഒരു ട്രെയിലർ മാത്രം വന്നിട്ടുള്ളൂ. ആ ട്രെയിലറിൽ സ്ത്രീയാണ് അതിൻ്റെ മെയിൻ ലീഡ് എന്ന് കണ്ടത് മുതലുള്ള കരച്ചിലാണ്. ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ വോക്കും വൂക്കൊങ്ങും എന്ന് പറഞ്ഞ വീഡിയോയിൽ ഞാൻ റെപ്രസെൻറ്റേഷനെ പറ്റി പറഞ്ഞപ്പോൾ കുറച്ച് പേര് പറഞ്ഞ് ലൈക്ക് എക്സ്പീരിയൻസ് ആണ് മുഖ്യം, ഗെയിം പ്ലേ ആണ് മുഖ്യം, അല്ലാതെ എത്ര ക്യാരക്ടേഴ്സായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഗെയിമിൻ്റെ എത്തിക്സ് ഇതൊന്നും ബാധകമല്ല എന്ന് പറയുകയും ചെയ്യും. അതേസമയം ഒരു വുമൺ ലീഡായിട്ടുള്ള ഗെയിം വരുന്ന സമയത്ത് കരയാൻ തുടങ്ങുകയും ചെയ്യും. ഇപ്പോൾ ഓൾറെഡി ഈ ഗെയിമിനെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഗെയിമിൻ്റെ ഓരോ ആസ്പെക്റ്റുകളിലും ഓരോ കാര്യങ്ങളും ഇങ്ങനെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് കരച്ചിട്ട് തുടങ്ങും. ഓ, ഇതൊരു ആക്ടിവിസ്റ്റാണ് ഈ റോള് ചെയ്യുന്നത്, അതുകൊണ്ട് ഈ ഗെയിം നമ്മൾ ക്യാൻസൽ ചെയ്യണം. ബൈ ദ വേ, ആ ഒരു ലൈൻ ഓഫ് ആർഗ്യുമെൻ്റ് ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ലീഡ് റോള് ചെയ്യുന്നത് ഒരു ആക്ടിവിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കുറേ പേര് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരം കൾച്ചറൽ ഫിനോമിനൻസ് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ റെപ്രസെൻറ്റേഷനും അതുപോലെ നിലവിൽ എക്സിസ്റ്റ് ചെയ്യുന്ന നെഗറ്റീവ് സ്റ്റീരിയോ ടൈപ്പുകളും ഗെയിം വഴി ബ്രേക്ക് ചെയ്യൽ നിർബന്ധമാണെന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം ഇത്തരം ആൻറ്റി വോക്സുകൾ എന്തിനാണ് ഇത് വോക്കാണ്, ഇത്തരം കാര്യങ്ങൾ അൺറിയലിസ്റ്റിക് ആണെന്നൊക്കെ പറയാറ് ഇത്തരം മീഡിയാസിലുള്ള സ്റ്റീരിയോ ടൈപ്പ് വഴി അവരുടെ വിശ്വാസം സെറ്റായി. അപ്പോൾ ആ ഒരു വിശ്വാസത്തിനെതിരെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റീരിയോ ടൈപ്പിൽ നിന്ന് എതിരെ എന്ത് തരം കണ്ടൻറ്റ് വന്നു കഴിഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം അതെന്തോ ഒരു അജണ്ട പുഷ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കാണ്, വോക്കാണ്. അപ്പോൾ എനിവേ എന്നെ സംബന്ധിച്ചിടത്തോളം സക്കർ പഞ്ച് ഗോസ്റ്റ് ഓഫ് സുഷീമ എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി മാസ്റ്റർ പീസ് ഗെയിം ക്രിയേറ്റ് ചെയ്തു. ഇനി ഗോസ്റ്റ് ഓഫ് യോട്ടെ എന്ന് പറയുന്നത് ഒരു അനദർ മാസ്റ്റർ പീസ് ആയിരിക്കണം. മാത്രമല്ല വുമൺ ലീഡാക്കിയത് വളരെ നല്ല കാര്യമാണ്. വുമൺ റെപ്രസെൻറ്റേഷൻ നമ്മൾ വീണ്ടും വീണ്ടും ഗെയിമിൽ കൊണ്ടുവരേണ്ടതാണ്. അതുപോലെ തന്നെ മൈനോറിറ്റി റെപ്രസെൻറ്റേഷൻ ഉണ്ടെങ്കിൽ നന്നായിരിക്കും.